ഡിസ്കസ് ചെയ്യുന്നത് ഫിബൊനാച്ചി സീരീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഫിബൊനാച്ചി സീരീസ് എനിക്ക് കാണാനുള്ളത് 2 ആണെന്ന് വെക്കുക. ഈ ഫിബൊനാച്ചി സീരീസിൻ്റെ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2വിൻ്റെ ഫിബൊനാച്ചി സീരീസ് കഴിഞ്ഞാൽ 0യും 1ഉം ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 എടുക്കുമെന്ന് വെക്കുക. 3 ഫിബൊനാച്ചി സീരീസ് ഫസ്റ്റ് വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് വാല്യൂ 1 ആയിരിക്കും. തേർഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ 0യും 1ഉം കൂടി ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുന്നത് 1. ഓക്കെ. അപ്പം 4ൻ്റെ ഫിബൊനാച്ചി സീരീസ് എങ്ങനെയായിരിക്കും കിട്ടുക? 0 1 ഡിഫോൾട്ട് ആയിട്ടുണ്ട്. 0യും 1ഉം ആഡ് ചെയ്തത് 1, 1ഉം 1ഉം ആഡ് ചെയ്തത് 2. ഇപ്പം ഇങ്ങനെയാണ് പോണത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫിബൊനാച്ചി സീരീസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഞാനൊരു ഗൂഗിൾ കൊളാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏത് നമ്പറാണോ ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കാനുള്ള ഏത് നമ്പറാണോ എൻ്റർ ചെയ്യേണ്ടത്, ഇൻപുട്ട് വാല്യൂ എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് എഴുതാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻപുട്ട് ആയിട്ട് ഞാൻ എന്തായാലും കൊടുക്കുക, കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ദ നമ്പർ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ. ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണേലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതറിയാലോ. അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് നമ്പർ ആയിരിക്കും? ഇൻറ്റിജർ ആണ്. അപ്പോൾ അതേ ഇതിങ്ങനെ കൊടുത്തു. ഓക്കെ. ഇതിപ്പോൾ ഇതൊരു നമ്പറാണ്. ഈ നമ്പർ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? ഒരു നം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിൽ ഞാൻ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്തിനാ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണേ? നമുക്ക് ഇനി ഇത് വെച്ചിട്ട് ഈ നമ്പർ വെച്ചിട്ട് ഐട്രേഷൻസ് ഒക്കെ പെർഫോം ചെയ്താൽ മാത്രമാണ്. അതായത് ഇതിപ്പം ഈ 3 എന്ന് പറഞ്ഞ നമ്പർ കിട്ടണമെങ്കിൽ 3 നിരത്ത് ഇത് ചെയ്യണം. 4 ആണെങ്കിലോ 4 നിരത്ത്, 2 ആണെങ്കിലോ 1 നിരത്ത്, 2 നിരത്ത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഐട്രേഷൻസ് പെർഫോം ചെയ്യണം. അതായത് 2 ആകുമ്പോൾ 2 നിരത്ത് വരണം, 3 ആകുമ്പോൾ 3 നിരത്ത്, 4 ആകുമ്പോൾ 4 നിരത്ത്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഐട്രേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, എല്ലാ നമ്പറിൻ്റെയും ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും? ഏതൊരു ഫിബൊനാച്ചിയുടെയും ഫസ്റ്റ് നമ്പർ 0. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഇനി നമ്പർ 2, ഏത് നമ്പറിൻ്റെയും നമ്പർ 2 ആയിട്ട് ഏതാ വരുന്നത്? 1. അപ്പോൾ അത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത്രയും കൊടുത്തല്ലോ. അത്രയും കൊടുത്തത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ ഈ നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്കിത് പ്രിന്റിൽ ഒരു സംഭവം കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി, അതായത് കാണുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പ്രിന്റ് ഫിബൊനാച്ചി സീരീസ് എന്നും പറഞ്ഞ് കൊടുത്തു. ഓക്കെ. എന്നിട്ട് നമുക്ക് ഈ ഐട്രേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഏത് ലൂപ്പായിരുന്നു മുന്നേ യൂസ് ചെയ്തത്? ഫോർ ലൂപ്പാണ് അല്ലേ? അപ്പോൾ 4 എങ്ങനെയാണ്? ഐ എന്ന് പറഞ്ഞ വേരിയബിള് ഇൻ റേഞ്ച് നം എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മൾ ആദ്യം റേഞ്ച് 1, നം പ്ലസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 1 മുതൽ ഓട്ടോമാറ്റിക്കലി 1 മുതൽ എന്താ പറയുന്നത്, ഈ നമ്പർ എത്രയാണ്? അപ്പം ഞാൻ 3 എന്ന് എൻ്റർ ചെയ്താൽ 3 വരെ ഉള്ളത് എടുത്തോളും. അപ്പോൾ നമുക്ക് ആ 1, എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ഇങ്ങനെ കൊടുക്കുന്നതല്ലേ. അപ്പം അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ, അതായത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറണം. ഇപ്പം ഈ കേഴ്സർ വന്നിരിക്കുന്നത് എവിടെയാണ്? 4ൻ്റെ കറക്റ്റ് നേരെ തന്നെയാണ്. ഇപ്പം 4ൻ്റെ ഉള്ളിൽ കയറണം, ഒരു ടാബ് പ്രസ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് പ്രിന്റ് ഫസ്റ്റത്തെ വാല്യൂ ഏതാ? നം 1. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്തത് ഇതുപോലെയാണ്. 0 1 0 1 1 0 1 1 2. അതായത് ഇങ്ങനെ ഒരു നിരയായിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു കോമ കൊടുത്തിട്ട് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പേസ് കൊടുക്കുമ്പം ഈ നം 1 കഴിഞ്ഞിട്ട് ഇങ്ങനെ കോമയിട്ട് അങ്ങനെയായിരിക്കും വരിക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടെമ്പററി വേരിയബിൾ ആണ്. അതായത് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. ആ ടെമ്പററി വേരിയബിളിലേക്ക് ഫസ്റ്റ് തന്നെ അഡീഷൻ ഓപ്പറേഷൻ ചെയ്യുവാണ്. അതായത്
നമുക്ക് ഇപ്പം ഈ അടുത്ത നമ്പർ കിട്ടാനായി ഈ രണ്ട് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി കൊടുത്തു. നം1 പ്ലസ് നം2. ഇപ്പോൾ ടെമ്പററി വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ടെമ്പററി വേരിയബിളിലേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും അഡീഷൻ സേവ് ചെയ്ത് വെച്ചു. ഇനി നം1ലേക്ക് എനിക്ക് നം2ൻ്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, നം1ലേക്ക് നം2ൻ്റെ വാല്യൂ ഏതാണോ അതാണ് കൊടുത്തത്. ഇനി നം2ലേക്ക് ഏതാ വാല്യൂ കൊടുക്കുന്നത്? ടെമ്പിൻ്റെ വാല്യൂവും കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് അഡീഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഈ രണ്ട് നമ്പർ, അതായത് നം1 നം2 ആഡ് ചെയ്ത് ടെമ്പററി വേരിയബിളിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നം2യുടെ വാല്യൂ നം1ലേക്ക് വെച്ചു. എന്നിട്ട് ടെമ്പററിയിലുള്ള വാല്യൂ നം2ലേക്കും വെച്ചു. ഇത് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട എന്താണ്? നം1 ആണ്. ഇത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം, ആൻസർ കിട്ടുമെന്ന് നോക്കാം. അയ്യോ, ഇവിടെ ഒരു എറർ ഉണ്ട്. എന്താ എറർ പറഞ്ഞേക്കുന്നത്? ഒരു സിൻടാക്സ് എറർ ആണ്. ഓക്കെ, അതായത് ഇവിടെ കോളം കൊടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം ഞാൻ ട്രൂവിൻ്റെ ഫിബിനോക്കി സീരീസ് നോക്കാം. കണ്ടോ? പ്രിന്റ് ദ ഫിബിനോക്കി സീരീസ്. പ്രിന്റ് കൊടുക്കണ്ടേ? ഫിബിനോക്കി സീരീസ് മാത്രം അതിൽ കുറച്ച് വേണ്ടി ഫിബിനോക്കി സീരീസ്. ഇത് കുറച്ചുകൂടി ഒരു യൂസറിന് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിൽ കൊടുക്കാം. ഫിബിനോക്കി സീരീസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ്ങിൻ്റെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഇഷ്യൂസ് വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 3 കൊടുത്തു, എന്നിട്ട് നമുക്ക് കണ്ടോ 011 കറക്റ്റ് ആയിട്ട് വന്നല്ലോ. മനസ്സിലായോ? ഫിബിനോക്കി സീരീസ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മനസ്സിലായി. ഇനി നമുക്കിത് ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ ഐട്രേഷൻസിലും എങ്ങനെയാണ് ഓരോ ഐട്രേഷൻസ് എങ്ങനെ പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ കോപ്പി ചെയ്യുക. ഇത് നമുക്കിനി എപ്പോഴും എപ്പോഴും വന്ന് അങ്ങോട്ട് നോക്കണ്ടേ. കോപ്പി ചെയ്യുക. നം1 പ്ലസ് നം2 ഇത്രയും എടുക്കുക അല്ലേ. ഇതിങ്ങനെ എടുക്കുക. അപ്പം നമുക്ക് ഓരോ ഐട്രേഷനിലും എന്താണ് വന്നതെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ എത്രയാണ്? ഇവിടെ മുതലായിരിക്കും തുടങ്ങുക. ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ഞാനിവിടെ നമ്മിൽ കൊടുത്തേക്കുന്ന വാല്യൂ 3 ആണ്. അതായത് നമ്മിൽ 3 ആണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റത്തെ ഐട്രേഷൻ എങ്ങനെയായിരിക്കും? i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഐട്രേഷൻ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സെയിം പ്രിന്റ് ചെയ്യുക ഇവിടെ ചെയ്യുക. നമ്മി കിടക്കുന്ന വാല്യൂ എത്രയാണ്? 0 എന്ന് പറഞ്ഞ് ഇവിടെ പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഇതിന് ഐട്രേഷൻസ് പെർഫോം ചെയ്യുക. ഫസ്റ്റ് തന്നെ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നം1 പ്ലസ് നം2, അതായത് 0 പ്ലസ് 1 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യും. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? 0 എന്ന് പറഞ്ഞ വാല്യൂ ഫസ്റ്റ് തന്നെ പ്രിന്റ് ചെയ്യും. ഔട്ട്പുട്ടിൽ പോയി 0 പ്രിന്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ ഇല്ല, ആദ്യം തന്നെ 0 പ്രിന്റ് ആക്കി വെക്കും. എന്നിട്ട് ടെമ്പററി വാല്യൂയിലേക്ക് 0 പ്ലസ് 1 ചെയ്യും. ഓക്കെ, എന്നിട്ട് നം1ൽ എത്രയായിരിക്കും അപ്പോൾ വാല്യൂ? നം1ൽ എത്രയാകും വാല്യൂ? നം1ലെ വാല്യൂ എത്രയാകും? 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, നം2ലോ? നം2ൽ എത്രയായിരിക്കും വാല്യൂ?
ടെമ്പിലെ വാല്യൂ എത്രയാണ്? 1 തന്നെയാണ് അല്ലേ? പിന്നെ ടൂലെ വാല്യൂ 1 തന്നെയാണ്, അത് കൊടുത്തു. ഇനി അടുത്ത ഐട്രേഷൻ എങ്ങനെയാണ്? I ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ I ഈക്വൽ ടു 2വിൽ ഇപ്പം ഈ ഐട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം num1ലെ വാല്യൂ എത്രയാണ്? num1ലെ വാല്യൂ 1 അല്ലേ? ഫസ്റ്റ് തന്നെ അത് പ്രിൻ്റ് ആക്കും. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? 0 എന്നും ഉണ്ടാവും, 1 എന്നും ഉണ്ടാവും, രണ്ടെണ്ണം വന്നു. ഓക്കെ, ഇനി ടെമ്പിൽ എത്രയാണ് വാല്യൂ വരിക? ടെമ്പ് എന്ന് വെച്ചാൽ num1 പ്ലസ് num2. num1ൽ എത്രയായിരിക്കും ടെമ്പിൽ കിടക്കുക? num1ലെ വാല്യൂ 1. num2ലെ വാല്യൂ എത്രയാണ്? num2ലെ വാല്യൂ 1. ഓക്കെ, അപ്പം എത്രയാണ്? 2 എന്ന് പറഞ്ഞാൽ അവിടെ വന്നു. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് num1ൽ എത്രയായിരിക്കും കിട്ടുക വാല്യൂ? num1ൽ എന്ന് വെച്ചാൽ num2ൽ എത്രയാണോ ആ വാല്യൂ ആണ്. num2ൽ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 ആണ്, അതിവിടെ വന്നു. ഇനി num2ലോ ടെമ്പിലെ വാല്യൂ, അതായത് 2. ഇത്രയും മനസ്സിലായല്ലോ. ഇനി I ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, I ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കൊടുത്തു. അത് കുഴപ്പമില്ലല്ലോ. ഏതൊക്കെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ആവുന്നത്? തേർഡ് ഐട്രേഷനിൽ 0 ഉണ്ട്, 1 ഉണ്ട്, കണ്ടോ? ഈ num1 പ്രിന്റ് ചെയ്യാനല്ലേ, അപ്പോൾ ഇവിടുത്തെ num1, പിന്നെ അടുത്ത എത്രയാ? 1ഉം പ്രിന്റ് ആവും. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ വാല്യൂ പ്രിന്റ് ചെയ്യും, എന്നിട്ടാണ് ഐട്രേഷൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ വാല്യൂ പ്രിന്റ് ചെയ്യും, എന്നിട്ടാണ് ഐട്രേഷൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഫസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്തു, ഐട്രേഷൻസ് പോയി, ആ വാല്യൂ നമ്മൾ num2ൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും, num1ൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും, വീണ്ടും ഐട്രേഷൻസ് പോയി num1ൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും, പിന്നെ num1ലുള്ള വാല്യൂ വീണ്ടും പ്രിന്റ് ചെയ്യും, വീണ്ടും ഐട്രേഷൻസ് പോകും. ഓക്കെ, എന്നിട്ട് num1ൽ ഇപ്പം num1ൽ എത്രയാണ്? സോറി, ആദ്യം തന്നെ ടെമ്പിലേക്കല്ലേ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ടെമ്പ് എടുത്തു, num1ൽ എത്രയാ വാല്യൂ എടുക്കണം? മുന്നത്തേൽ 1. num2ൽ എത്രയാ? 2. 3 കൊടുത്തു. ഓക്കെ, num1ൽ എത്രയാ വാല്യൂ എടുക്കണത്? എത്ര കിടക്കുന്നത് num1ലെ വാല്യൂ എവിടെ നിന്നാണ് കിട്ടുക? num2 എന്നാണ് അല്ലേ? num1ൽ വാല്യൂ കിട്ടുന്നത് num2 എന്നാണ്. അപ്പോൾ num2ൽ എത്ര കിടക്കുന്നത്? 2 കിട്ടി. num2ൽ വാല്യൂ എത്ര കിട്ടുക? ഇവിടെ നിന്നാണ് num2ലെ വാല്യൂ? ടെമ്പിൽ നിന്നാണ്. അപ്പം 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഐട്രേഷൻ ഉണ്ടോ? I ഈക്വൽ ടു 3 വരെയല്ലേ പോവുള്ളൂ. അപ്പം ഇത്രയും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചു തരാം.